രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി വിളക്ക് കത്തിക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയും പോലെ കിട്ടണ ഒരു ഫീലുണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ, അതുപോലെ തന്നെ രാവിലെ വിളക്ക് കത്തിച്ചാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയൂലേ, അതുപോലൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ അതിങ്ങനെ നടന്ന്, എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കും എന്നല്ല, എന്നാലും കുറേ കാര്യങ്ങൾ അതൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ദൈവികമായിട്ടായിരുന്നാലും നമ്മളെ മൈൻഡ് പവർ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്താലോ ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒക്കെ വേഗം ഫലം കിട്ടുമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെതാ റൊട്ടൈനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തൂത്ത് വാരി ഇനി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ജനലും വാതിലൊക്കെ തുറന്നിട്ട് ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രഷ് ആവും. അപ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഐഡിയാസ്, നമ്മൾ മൈൻഡ് ശരിയായാൽ പിന്നെ ഫുൾ ഓക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും. ഇനി ഈ പറയും പോലെ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളെ കയ്യിലൊന്നും അല്ല, അത് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് തരണം. അപ്പോൾ നമ്മളെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് നല്ല നല്ല ചിന്തകൾ വന്നിട്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടി സാധിക്കും. അങ്ങനെ തൂത്തുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കണം, അതാണ് ജോലി. എൻ്റെ ചെമ്പരത്തിയാണെന്നുണ്ടെങ്കിലേ ഒരു 7:30 മണി ആവാതെ അതൊന്ന് വിരിഞ്ഞ് വരില്ല. നോക്കിക്കേണ്ട ഒരു ഞെട്ടിൽ 2 എണ്ണം. അത് ഇന്നലെ വിരിഞ്ഞതായിരുന്നേ, അത് വാടിപ്പോയി. ഇന്ന് വിരിഞ്ഞതുണ്ട്. ഈ പൂക്കൾ, ചെമ്പരത്തി പൂവൊക്കെ തന്നെ ഇപ്പം ഞാൻ കൂടുതൽ നോക്കാറുള്ളത് ചെമ്പരത്തിയാണ്. എന്തെല്ലാം പോക്കൃത്തരം എന്നറിയാമോ ചെമ്പരത്തി പൂ തന്നെ കാണിക്കണത്. എങ്ങനെയെല്ലാം അതിൽ പൂ വിരിയുമെന്തോ. സത്യത്തിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മളെ കൺമുന്നിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരം അടുക്കളയിലോട്ട് കയറി കുറേ കാര്യങ്ങൾ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ടെൻഷൻ. എൻ്റെ ചേട്ടൻ അങ്ങനെയാണ് കേട്ടോ, എപ്പോഴും ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കും പോലെ. എന്തിനാണ് ഇതൊക്കെ? കുറേയൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടത്. നമുക്ക് ആസ്വദിക്കാനുള്ള കണ്ടൻറ്റ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഒന്നുമില്ലെങ്കിലും ഫ്രണ്ട് നിൽക്കുന്ന ഒരു മരത്തിലോ എന്തിനെങ്കിലും അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതുവരെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അപ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. എന്തിനാണ് ഇത്രയും പ്രഷറും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് എന്തോ ഭയങ്കര സംഭവമായിട്ട് ഒന്നിലും ഒരു തൃപ്തിയില്ലാതെ നടക്കുന്നത്? ഉള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കൺമുന്നിലുള്ള കാര്യങ്ങളിൽ അങ്ങോട്ട് സന്തോഷം കണ്ടെത്തി അങ്ങ് ജീവിക്കണം. ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും, ചേട്ടൻ നിങ്ങൾ ഇന്നലെ ജീവിക്കരുത്, ഈ നിമിഷത്തിൽ ജീവിച്ച് തുടങ്ങി. ചേട്ടനെന്ന് വെച്ചാൽ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിക്കും, നാളത്തെ കാര്യങ്ങൾ ആലോചിക്കും. പക്ഷെ ഇന്ന് ഈ നിമിഷം കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ആ മനുഷ്യൻ കാണാറില്ല. ഞാനൊരു 100 കാര്യം അടുത്ത് പോയിരുന്ന പറയും, അതൊന്നും കേൾക്കൂല. പിന്നീട് എപ്പോഴെങ്കിലും പറയും നീ അത് പറഞ്ഞായിരുന്നാന്ന്. പക്ഷെ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഓരോ നിമിഷവും ജീവിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്കിനി എന്ത് സംഭവിച്ചാലും അത് തിരുത്താനായിട്ട് പറ്റൂല. അതിനുള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ ആ സംഭവിച്ച് കഴിഞ്ഞ് ഇനി അതിൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ലാതെ ആ കഴിഞ്ഞ കാര്യം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി നാളെ സംഭവിക്കാൻ പോണത് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ഈ പെടാപ്പാട് പെടണത്? ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മളെ മുഴുവൻ പ്ലാനിങ്ങും തെറ്റി. ഒരു സുനാമി വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുപോലെ വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒറ്റ രാത്രി അവരെന്തോരം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കിടന്നതായിരിക്കുമല്ലോ. നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം, രാവിലെ കാപ്പി ഇതുണ്ടാക്കണം, നാളെ സ്കൂളിൽ ഇന്നത് പഠിച്ചുകൊണ്ട് പോകണം, ഓഫീസിൽ ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ. അപ്പോൾ നമ്മൾ ഇന്നലെ ജീവിക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് കുറേ ഫിലോസഫി എന്നൊന്നും വിചാരിക്കില്ലേ, എനിക്കങ്ങനെ കുറേ കാര്യങ്ങൾ തോന്നി. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അല്ലാണ്ട് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്കും ബോറടിക്കും, പറയണം എനിക്കും ബോറടിക്കും, കേൾക്കണം അവർക്കും ബോറടിക്കും. അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറയാം. തിരിച്ചാരും നിർത്ത് നീ എവിടെ നിർത്തുന്ന ആരും പറയൂലല്ലോ. എന്തായാലും എൻ്റെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് അത് കഴിയുമ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നുമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റം അടിക്കുക അല്ലെങ്കിൽ നമ്മൾ തൂത്തുവരെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആവുമെന്ന് തോന്നുന്നു. ഒരു മാജിക്കൽ ടൈമാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കണത്. അതുമല്ല, ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് വീണ്ടും ആ ബ്രഹ്മമുഹൂർത്ത വിളക്കുണ്ടല്ലോ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ആ വിളക്ക് കത്തിക്കണം. 41 ദിവസം അത് കത്തിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് കിടക്കും. എനിക്ക് പറ്റിയില്ല. ഞാൻ അന്നത്തെ ദിവസം ഭൂതം പോലെ കിടന്ന് ഉറങ്ങുമെന്ന് പറയില്ല, അങ്ങനെ അങ്ങ് ആയിപ്പോവും.
നമ്മൾ വിചാരിച്ചാലേ ഈ വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സത്യമായിട്ട് ഞാൻ പറയണേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനൊക്കെ സാധിക്കും. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ, അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടുമെന്ന് അന്നത്തെ ദിവസമേ. നമ്മൾ എന്തെല്ലാം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും അയ്യോ മണി 7 ആയതേ ഉള്ളൂ, അല്ലെങ്കിൽ 7:30 ആയതേ ഉള്ളൂ എന്ന് തോന്നും കേട്ടാൽ. ഒരുപാട് സമയം കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ എന്തോരം സമയം അങ്ങോട്ട് കിടക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എൻ്റെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ എന്താ പറയാനായിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇന്ന് കാപ്പി ഉണ്ടാക്കണം. ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ മുട്ടക്കറിക്കുള്ള സാധനങ്ങളാണ് ഇതാ കുക്കറിൽ അങ്ങോട്ട് ഇപ്പോൾ പോയത്. അപ്പോൾ അതിൽ സവാളയുണ്ട്. ഞാൻ ആദ്യം മുട്ടയും എന്തെന്ന് വെച്ചാൽ ഒറ്റ വിസിലിൽ അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ മുട്ടയാണേ, നമ്മളിപ്പോൾ മുട്ട അല്ലാണ്ട് വേവിക്കാതെ ഒറ്റ വിസിൽ, 2 വിസിൽ കായ മുട്ട ഇങ്ങനെ റബ്ബർ പോലെ ആയിപ്പോൾ. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാനിങ്ങനെ പാത്രം കഴുകാനായിട്ട് എടുത്തത്, അതൊരു സ്ക്രബ്ബറാണ്. അതിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ആ സ്ക്രബ്ബർ കൊണ്ട് പാത്രം കഴുകണ സമയത്ത് അത് ഇങ്ങനെ ആൻറ്റി സ്ക്രാച്ചാണ് കേട്ടോ. അതിൽ സ്ക്രാച്ച് വീഴൂല. സ്ക്രാച്ച് വീഴാണ്ട് പാത്രത്തിന് ഒരു പ്രശ്നവും സംഭവിക്കാണ്ട് നന്നായിട്ട് ക്ലീൻ ആവും. അതാണ് ആ ഒരു സ്ക്രബ്ബറിൻ്റെ പ്രത്യേകത. ഞാൻ ഇതുപോലെ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് പാത്രം കഴുകണത് ഒരു വീഡിയോയിൽ കാണിച്ച സമയത്ത് വന്ന കമൻറ്റാണ്, അയ്യേ ഈ ഏതോ ഒരു തുണി കൊണ്ടിട്ടാണ് പാത്രം കഴുകണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യണം, അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കണം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടത്തോടെ കാണുന്നതല്ലാണ്ട് കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ ഏത് വീഡിയോ, മിക്കവാറും ഷോർട്സിൻ്റെ താഴെ ആയിരിക്കും ഒരാൾ വന്ന് സ്ഥിരം കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങളെൻ്റെ വീഡിയോ കാണണ്ട, എൻ്റെ വീഡിയോ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ എന്താ പറയുക കൂടുതൽ അഭിനയിക്കുകയല്ലല്ലോ, നമ്മൾ എന്താണോ വീട്ടിൽ നടക്കുന്നത് അത് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ വ്ളോഗർമാരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണവർക്കും ഒക്കെ നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ അഭിനയിച്ചൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കാണിക്കാനായിട്ട് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അവരെൻ്റെ വീഡിയോ ഒരു താഴെ വന്നിട്ട് ഓരോ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പറയും പോലെ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഈ സ്ക്രബ്ബറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടോ ഒക്കെ പോയി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് ആ സ്ക്രബ്ബറാണ് കേട്ടോ, അത് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ തുണി വെച്ചിട്ടാണ് പാത്രം കഴുകണമെന്ന്. നമുക്ക് ബോധമില്ലേ, നമ്മളെ വീട്ടിൽ നമ്മളെ ഭർത്താവിൻ്റെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, നമ്മളിങ്ങനെ തീരെ വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കും. നമ്മളും വൃത്തിയും മെനയൊക്കെ കൊണ്ട് തന്നെ ജീവിക്കുന്നത്. പിന്നെ വീടാണ്, മ്യൂസിയം അല്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ മാത്രമേ അങ്ങനെയൊക്കെ കുറേ സ്വാതന്ത്ര്യങ്ങൾ കാണിക്കാനും പറ്റുള്ളൂ. വേറെ വല്ലവിടെ ചെന്നിട്ട് അവിടുത്തെ അടുക്കളയിൽ കയറി നമ്മൾ ശ്രദ്ധിക്കും, അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന്. സ്വന്തം വീട്ടിൽ സ്വന്തം അടുക്കളയിൽ ചിലപ്പോൾ നമ്മൾ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും, ചിലപ്പോൾ അതങ്ങനെ ഇരിക്കും. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം അടുക്കി പറക്കി വെച്ച് വീടൊക്കെ വൃത്തിയാക്കിയായിരിക്കും ഇടുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും. അതൊന്നും വലിയ കുറ്റമൊന്നുമല്ല. അതൊക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അങ്ങനെ ഞാനിന്ന് സവാള പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടക്കറിക്കുള്ളത്. അങ്ങനെ മുട്ടയാണെന്ന് വെച്ചാൽ ചേട്ടൻ ഇന്നലെ വന്നപ്പോഴേക്ക് താറാമുട്ടയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, കോഴിമുട്ടയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ താറാമുട്ടയുടെ അടുത്ത് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്തോ എനിക്ക് തോന്നും അതിലൊരു കിളിയുടെ സ്മെല്ല് പോലെ തോന്നും. എൻ്റെ മനസ്സിൻ്റെ കാര്യമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പൊരിച്ചാലും ഇഷ്ടമല്ല, അതുപോലെ തന്നെ അവിച്ചാലും ഇഷ്ടമല്ല. പക്ഷെ താറാമുട്ട ഭയങ്കര ഗുണമുള്ള സംഭവമല്ലേ. അങ്ങനെ കേശുവിനും ചേട്ടനുമായിട്ട് താറാമുട്ടയാണ് അവിച്ചത്, അവർക്ക് മുട്ടക്കറിക്കായിട്ട്. എനിക്കൊരു കോഴിമുട്ടയും എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ സവോളയും കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് എങ്ങിട്ട് കൊടുക്കണം. ഇപ്പോൾ കിട്ടിയ സവോള നല്ല കളറുള്ള സവോളയായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ എന്തെന്ന് പറയുമ്പോൾ തീരെ കളറില്ലാത്ത സവാള കിട്ടും. അതുമല്ല ലുലുവിൽ പോകുമ്പോഴേക്ക് വെള്ള സവാള ഇരിക്കും. എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര വിലയാണ്. 1 കിലോയ്ക്ക് 120, 180ഒക്കെയാണ്. 1 കിലോയ്ക്ക് 180 എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സവാളയ്ക്ക് കിലോ 30 രൂപ ആയിരിക്കുമ്പോഴായിരിക്കും ആ സവാള വിലയ്ക്ക് അത്രയും വില. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വാങ്ങാത്തത്. ഒരു ദിവസം ഒന്ന്
വാങ്ങിച്ച് നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്തെന്തായിക്കോട്ടെ. അങ്ങനെ സവോള കഴുകിയൊക്കെ എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇനി തക്കാളി, പച്ചമുളക്, നമുക്കിതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ആദ്യം എനിക്ക് എങ്ങനെയാണെന്നറിയാമോ, ഈ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് തന്നെ കൊല്ലണേന് സമയമായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് അടുക്കളയിൽ കയറി തല വിയർക്കുമ്പോഴേക്കും ഉടനെ ജലദോഷം, തൊണ്ടവേദന, തലനീരിറക്കം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുമായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ശീലവും ഇല്ല. അതിരാവിലെ ഉണരാറില്ല. രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ കുളിച്ചുകൊണ്ടേ പോവുള്ളൂ. അതൊരു നമുക്കൊരു ഇതായിരുന്നു. നമ്മൾ കുളിച്ചിട്ട് മാത്രമേ പഠിക്കാൻ പോവുള്ളായിരുന്നു. അമ്മയും അല്ലാതെ പോയാൽ വഴക്ക് പറയുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതൊരു ഫ്രഷ്നെസ് തോന്നുമായിരുന്നു. പിന്നെ ഈ അതിരാവിലെ എന്ന് പറഞ്ഞാലും അപ്പോഴും രാവിലെ എഴുന്നേൽക്കും. ഒരു 5:30 മണി 6 മണിയൊക്കെ ആകുമ്പോഴേ അപ്പോഴും എഴുന്നേൽക്കും. പഠിക്കാനെന്നൊക്കെ പറഞ്ഞ് അമ്മ അപ്പോഴേ വിളിച്ചുണർത്തും. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോഴേക്ക് ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാനായിട്ട്. അപ്പോഴും മിക്കവാറും 7 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ തോന്നുമല്ലോ അത് ശരിയല്ല, കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. പിന്നെ വീണ്ടും ആ ചിട്ടയൊക്കെ മാറിയിട്ട് രാവിലെ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എത്ര ലേറ്റായിട്ട് കിടന്നാലും ഈ അതിരാവിലെയുള്ള എഴുന്നേൽക്കം ഞാനങ്ങനെ അധികം മാറ്റില്ല. നമ്മൾ 2 ദിവസം അങ്ങനെ മടി പിടിച്ച് കിടന്നു പോയാലേ 3-ാം തൊട്ട് നമുക്ക് അങ്ങനെ കിടക്കാനേ അങ്ങ് തോന്നും. നമ്മളെ മനസ്സ് എപ്പോഴും സുഖമല്ലേ ആഗ്രഹിക്കുന്നത്. കുറച്ച് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് മാത്രമേ നമ്മളെ കോൺസെൻട്രേഷൻ പോവുള്ളൂ. അപ്പം നമ്മൾ അതിനെ പിടിച്ച് കയറ്റി പറ്റില്ല, രാവിലെ എഴുന്നേറ്റേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് അതൊക്കെ മാറിക്കോളും. അങ്ങനെ സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്ത്, തക്കാളി കട്ട് ചെയ്തല്ല, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ വെച്ച് തന്നെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. എനിക്കാണെങ്കിൽ കറി വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം കാച്ചി എടുക്കുന്നത് ഇഷ്ടമല്ല. ചേട്ടനാണെങ്കിൽ കറി എന്ന് പറഞ്ഞ് നിൽക്കും. എനിക്ക് നല്ല കുറുക്കി എടുക്കണം, നല്ല വറട്ടി എടുക്കുന്ന കറികളാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഒരുമാതിരി മിന്നി അല്ലെങ്കിൽ എന്തോ രീതിയിലൊക്കെ കത്തുമല്ലോ. ആ സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കരട് പോയേക്കുന്നതായിരിക്കും. ഒന്നുകിൽ നമുക്ക് ബർണർ ഇളക്കിയിട്ട് ഞാൻ ആദ്യമൊക്കെ എന്താ വെച്ചാൽ പിന്നിട്ട് കുത്തി അതൊക്കെ എടുക്കുമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അതിൽ കുറച്ച് ഉപ്പ് പരലിട്ട് കൊടുത്തിട്ട് ഒന്ന് കത്തിച്ചാൽ മതി. അപ്പോൾ ഈ ഉപ്പ് അങ്ങ് കത്തും. ഉപ്പ് കത്തുമ്പോഴേക്കിന് ഭയങ്കരമായിട്ട് ആളി കത്തുമെന്നല്ല പറയണത്, ഉപ്പൊന്ന് കത്തും. ആ കത്തണൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് പൊയ്ക്കോളും. അപ്പോഴാണ് ആ ചേച്ചി തേങ്ങ കൊണ്ടുവന്നത് കേട്ടത്. ഈ തേങ്ങയ്ക്ക് 200 രൂപയാണ് റേറ്റ്. തേങ്ങ വാങ്ങിച്ചാണ് നമ്മൾ മുടിയണത്. എത്ര രൂപയ്ക്ക് തേങ്ങ വാങ്ങിച്ചാലും 2 ദിവസം കൊണ്ട് തേങ്ങ തീർന്നു. അതുപോലെ തന്നെ സവോളയും. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് തേങ്ങയ്ക്കും സവോളയ്ക്കും വെളിച്ചെണ്ണയ്ക്കുമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അത് തന്നെയാണ് സത്യവും. അങ്ങനെ തേങ്ങ വാങ്ങിക്കൊണ്ട് വെച്ച് തേങ്ങ തീരുമ്പോൾ ഒരു വെപ്രാളമാണ്, തേങ്ങ വാങ്ങിക്കുമ്പോഴും ഭയങ്കര സന്തോഷവും. അങ്ങനെ നിറയെ തേങ്ങ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അതങ്ങ് കൊണ്ടുവച്ച്, നിറയെന്ന് പറഞ്ഞാൽ 200 രൂപയുടെ തേങ്ങ, എന്നാലും 4-5 തേങ്ങയുണ്ട്. അപ്പോൾ ഈ മൂക്ക് വലിക്കണത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്നെക്കൊണ്ട് പറ്റണില്ല കേട്ടോ. അയ്യോ, അതിൻ്റെ പാരമ്പര്യമായിപ്പോൾ ഈ ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇടയിൽ മൂക്ക് വലിക്കുന്ന സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്ന ചേച്ചി എന്ന് ആത്മാർത്ഥമായിട്ടാണ് ആരോ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്നലെ യൂട്യൂബിലിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് കേട്ടോ. എൻ്റെ അച്ഛനാണെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് 100 വട്ടമെങ്കിലും മൂക്ക് ചീറ്റും. അപ്പോൾ എനിക്ക് ആ ശീലമൊട്ടത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കും ഉണ്ട് ആ മൂക്ക് വലിക്കുന്ന സ്വഭാവം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് ആ തൊലി കൊണ്ട് ഇതിൻ്റെ മൂട്ടിലങ്ങ് കുഴിച്ചിടുമ്പോൾ അല്ലാതെ ഇങ്ങനെ പുറമെ ഇട്ടേക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നുമല്ലോ, വൃത്തിയില്ലാത്ത പോലെ വാരി ഇട്ടേക്കും പോലെ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ കുഴിച്ച് വയ്ക്കുമ്പോഴേക്കും അതിനുള്ള ഗുണങ്ങളൊക്കെ ആ മണ്ണിൽ തന്നെയല്ലേ ഇറങ്ങണത്. അതിൽ കുറച്ച് മുളക് തൈയൊക്കെ നിൽപ്പുണ്ട്. അത് കുറേ മുളക് തൈ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ പിച്ചി മാറ്റിയിട്ട് അതിൽ കുറച്ച് കരുത്തുള്ളതെന്ന് തോന്നി ഒരു 4-5 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ഈ 4-5 രക്ഷപ്പെടുമെന്ന് അറിഞ്ഞൂടെ, ചിലപ്പം 2 എണ്ണം ആയിരിക്കും. പോട്ടെ, 1 എണ്ണം കിട്ടിയാലും മതി നന്നായിട്ട്. അങ്ങനെ അതും അവിടെ കൊണ്ടിട്ടതിന് ശേഷം പച്ചവെള്ളത്തിൽ നനയ്ക്കണം ഇടിയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് അതിനെ എങ്ങ് നനച്ച് വെക്കണം. കുറേ ദിവസമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇപ്പം മിക്ക ദിവസവും ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുന്നത്.
പിന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ത്രൂ ഔട്ടായിട്ട് കുയിലിൻ്റെ ഈ കുയിൽനാദം കേട്ടുകൊണ്ടിരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിൽ മറ്റേ കിളിമരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഉള്ള മരമില്ലേ, അത് ആ മരം എവിടെ നിന്നാലും അവിടെ ഒരു തണലായിട്ട് അവിടെ എന്തെങ്കിലും ഇരിപ്പിടമൊക്കെ ഒരുക്കി ആരെങ്കിലുമൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണും. ഇപ്പം മിക്കയിടത്തും ഉണ്ട്. അതിലൊരു കായുണ്ട് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ചുവപ്പ് ഒരു കായുണ്ട്, അത് തിന്നാനായിട്ട് കിളികൾ വരും. ഇപ്പം മിക്കവാറും കുയിലാണ് വരണത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തൊട്ട് കേൾക്കണ കുയിലിൻ്റെ ആ ഒരു എന്താ പറയാനായിട്ട് നാദം എന്ന് പറയും, കുയിലിൻ്റെ ആ ഒരു വിളിയാണ്. അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കുയിൽ വിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അതിലുണ്ട് ആശ, അതിലിരുന്ന് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ നമുക്ക് കഴിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ. ഇപ്പോഴാണ് അമ്മയും പറഞ്ഞത്, സുന്ദര ചേച്ചിയും പറഞ്ഞത് അത് കഴിച്ച് നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഒരു ദിവസം ഇനി അത് പോയി എടുക്കണം എന്ന് വിചാരിക്കുക. അതിൽ പോയി ഒരു കായ എടുത്ത് കഴിച്ച് നോക്കണമെന്ന്. അപ്പോൾ ഇനി കഴിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതായിരുന്നു സംഭവം എന്ന്. അങ്ങനെ എൻ്റെ ഇടിയപ്പമൊക്കെ ഏകദേശം റെഡിയായി. മുട്ടക്കറിക്കുള്ള അരപ്പാണ് ഞാൻ എന്താ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും ആയി. ചേട്ടനും കേശും കൂടെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ചേട്ടനും കേശുവും കൂടെ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. രണ്ടാളും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആഹാരവും കഴിച്ചും കൊണ്ട് ചേട്ടന് കടയിൽ പോകണം. കേശുവിൻ്റെ വെക്കേഷൻ തുടങ്ങിയത് തൊട്ട് അവനെപ്പോഴും ബോറടി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഈ കൊച്ചും പ്രായത്തിൽ എന്തിനാണ് ഇത്ര. പിന്നെ വേറൊരു കാര്യം, ചുമ്മാ പിള്ളേർ എപ്പോഴും ഇരിക്കുമല്ലോ. ഒന്നാമത് ഈ കുരുത്തക്കേടൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന പിള്ളേർക്ക് വെറുതെ ഇരിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഈ പറയും പോലെ സ്ട്രിക്റ്റായിട്ട് ഫോണും കൊടുക്കില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് അയഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങളിൽ അവനൊന്നിങ്ങനെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. 5 വയസ്സായില്ലേ, ഇപ്പോഴും ഞാനൊരു പിടുത്തം പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എനിക്ക് അവനെ പിടിക്കാനായിട്ട് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇത്രയും നാൾ ഭയങ്കര ചെല്ലം കൊടുത്ത് ആ മോൻ എന്താ രീതിയിലാണോ അതുപോലെ നമ്മളങ്ങ് വിട്ടു കൊടുക്കുകയായിരുന്നു. ഇപ്പം അവനൊന്ന് അറിവായ ഒരു പ്രായമായില്ലേ, അപ്പം നമ്മൾ ഇനിയൊന്ന് അവനെ പിടിച്ചാലേ പറ്റുള്ളൂ. അങ്ങനത്തെ എൻ്റെ ഇടിയപ്പം റെഡിയായി കേട്ടോ. അപ്പോൾ നല്ല ആവി പറക്കണം ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ കാപ്പി. ഇനി ഇത് കഴിക്കണം. പിന്നെ അമ്മ എത്തിയിട്ടില്ല. അമ്മ ഏകദേശം വിഷുവൊക്കെ അടുപ്പിച്ചായിരിക്കും അമ്മ ഇനി തിരിച്ച് വരണത്. അമ്മ ഇപ്പോൾ കടയ്ക്കലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത ജോലിയിലോട്ട് കടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.